നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾ ഇപ്പോൾ എന്താണ് നിങ്ങളോടുള്ള എനർജി എന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു നിങ്ങളുമായിട്ടൊരു പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കണം, നിങ്ങളുമായി ചേർന്ന് നിൽക്കണം, നിങ്ങളിലേക്ക് വരണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, അവർക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട്, എനർജി ഉണ്ട്. പക്ഷേ അവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അവർ നിങ്ങൾക്കായിട്ട് എഫേർട്ട് ഇടുന്നില്ല, നിങ്ങൾക്ക് ആക്ഷനൊന്നും ഇടുന്നില്ല. അവരുടെ അടുത്ത്, അവരുടെ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നിങ്ങളെ എങ്ങനെ അവരിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും അതനുസരിച്ച് ഉള്ള മാനിഫെസ്റ്റേഷൻ പ്രാർത്ഥന അല്ലെങ്കിൽ തന്ത്രങ്ങൾ മെനയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചീത്തയായിട്ടല്ല, എന്നാലും അവരൊന്നും പ്രവർത്തിക്കുന്നില്ല, പുറത്തേക്ക് കാണിക്കുന്നില്ല. പകരം അവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർക്ക് നിങ്ങളോട് ഉള്ള ഒരു വികാരം, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് അവർക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, അവർക്ക് നിങ്ങളോട് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരണം എന്നെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷെ അവരത് ചെയ്യുന്നില്ല. മനസ്സിൽ അത് ആഗ്രഹമുണ്ട്. അവർക്ക് എന്താണ് അവരെ തടയുന്നത്, അങ്ങനെ വരുന്നതിൽ നിന്ന് അവരെ തടയുന്നത്, അവർക്ക് വേറൊരു ഘടകം, നിങ്ങളല്ലാതെ വേറൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷന്, വേറൊരു ഘടകത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വന്നു. നിങ്ങളെ അവോയ്ഡ് ചെയ്തു. എപ്പോഴും നിങ്ങൾക്ക് പ്രാധാന്യം തരാതെ ഏറ്റവും ആവശ്യമുള്ള ആളായ നിങ്ങളെ തഴഞ്ഞിട്ട് അതിനും മേളിൽ വേറെ ആർക്കോ അല്ലെങ്കിൽ വേറെ എന്തിനോ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നിടത്ത് അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വരാതിരുന്നത്, അല്ലെങ്കിൽ അതാണ് നിങ്ങളെ മൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാൻ പറ്റാതിരുന്നത് എന്നുള്ള കാര്യം പറയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അവർക്ക് അതിലൊരു ഗിൽറ്റുമുണ്ട്. ഇനി എന്താണ് അയാൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അയാൾക്ക് ഒരു ശിശുവിൻ്റെ സന്തോഷത്തോടു കൂടി ഒരു തരത്തിലുള്ള ഒളിച്ചു വെക്കലുകളുമില്ലാതെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ബന്ധം നന്നായി ശോഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അതിന് അയാളുടെ മനസ്സും അയാളുടെ ബുദ്ധിയും ഉണർന്നിട്ടുണ്ട്. അതെങ്ങനെ ഉണരാൻ കാരണം, മൂൺ കാർഡ് റിവേഴ്സ് ഉണ്ട്. അതായത് അയാൾക്ക് ഉണ്ടായിരുന്ന പേടി, പരിഭ്രമം, കൺഫ്യൂഷൻ എല്ലാം അയാൾ മാറ്റിവെച്ചിട്ട് അയാൾക്കൊരു പുതിയൊരു ഉണർവ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വർക്ക് ചെയ്യണം, ഈ ഒരു ബന്ധത്തിൽ ഒരു എഫർട്ട് ഇടണമെന്നുള്ളൊരു ചിന്ത അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. യൂണിവേഴ്സൽ ഗൈഡൻസ്, അതായത് വ്യൂവേഴ്സിന് ഇത് കാണുന്ന ആൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വിശ്വസിച്ച് ഒരു പുതിയൊരു തുടക്കം നിങ്ങൾക്ക് സാധ്യമാണ്. ഈ ആളുടെ കൂടെ നിങ്ങൾക്കൊരു പുതിയ റിലേഷൻഷിപ്പ്, പുതിയൊരു ബന്ധം, പുതിയൊരു യാത്രയ്ക്ക് തുടക്കം കുറിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം മറന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ അവസ്ഥ അനുസരിച്ച്, ഇതിൽ കുറച്ച് പേർക്ക് ഒരു പക്ഷേ ക്ഷമിച്ചിട്ട്, ഇതുവരെ അനുഭവിച്ച വിഷമങ്ങൾ ക്ഷമിച്ചിട്ട് ഇപ്പോൾ വരുന്ന ആളെ സ്വീകരിക്കാനുള്ള മനസ്സിന് വലിപ്പമുണ്ടെങ്കിൽ അങ്ങനെ പോകാം. അതല്ല, ഇനിയും വേദനിക്കാൻ വയ്യ, ഇനിയും റിസ്ക് എടുക്കാൻ വയ്യ എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മനസ്സിൽ നിന്ന് മാറ്റി അയാളോട് ക്ഷമിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു യാത്രയ്ക്ക്, വേറൊരു യാത്രയ്ക്ക് തുടക്കം കുറിക്കാം. അതായത് വേറൊരു ജീവിതം, വേറൊരു പർപ്പസിലേക്ക് നിങ്ങൾക്ക് പോവാം. അതല്ലെങ്കിൽ അയാളുടെ കൂടെയും പോകാം. രണ്ടായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ഇങ്ങനെ നിങ്ങൾ അയാളുടെ കൂടെ അഥവാ വരുന്ന ആൾ ആരാണോ ആ ആളുടെ കൂടെ നിങ്ങൾ ചേരാൻ തയ്യാറായാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, അയാളുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ അയാൾ ഇതുവരെ പിന്തുടർന്നു വന്ന സ്വഭാവത്തിന് ഡെത്ത് ആൻഡ് റീബർത്ത് ഉണ്ടാവും. അതായത് പുതുജീവൻ, അയാൾക്കൊരു പുതുജീവൻ. ഇൻ കേസ് നിങ്ങൾക്കാണെങ്കിൽ തന്നെയും നിങ്ങൾ ഏതൊരു പാത എടുത്താലും നിങ്ങൾക്ക് അവിടെ ഒരു ചേഞ്ച്, പുതുജീവൻ കിട്ടും. നിങ്ങൾക്ക് മേജർ അർക്കാന കാർഡായിട്ടുള്ള ഡെത്തും ഉള്ളതുകൊണ്ട് ഒരു പുതിയൊരു ലൈഫ് ജേർണി ആയിരിക്കും പിന്നീട് അങ്ങോട്ട്. അതൊരു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഒരുമിച്ചായാലും ഒറ്റയ്ക്കായാലും നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക്, വിജയത്തിലേക്ക് തന്നെ പോകും. നിങ്ങളൊരു ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾ നേടിയ നേട്ടങ്ങളുമായി സന്തോഷത്തോടെ അതിനെ ലാളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരും. അതായത് നിങ്ങളുടെ
ബന്ധത്തിൻ്റെ ജേർണിയും ഫലഭൂഷ്ഠിതയിലെത്തും. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടേതായ തനതായ ലക്ഷ്യത്തിലേക്ക് ഒറ്റയ്ക്കുള്ള ലക്ഷ്യത്തിൽ പോയാലും നിങ്ങളതിൻ്റെ പരമമായ അവസ്ഥയിൽ എത്തിച്ചേരും. നിങ്ങളുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സഫലമാകും. നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, സ്വീകരിക്കേണ്ടാത്തവർക്ക് സ്വീകരിക്കാതെയും ഇരിക്കാം. രണ്ടിലേത് ചെയ്താലും നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. വിജയവും സന്തോഷവും സക്സസ്സുമാണ് കിട്ടാൻ പോകുന്നത്. താങ്ക് യു.